ചോദിക്കണം. ബിഗ് ബോസ് ഷോയിനെ പറ്റി എന്താണ് അഭിപ്രായം? നീ ബിഗ് ബോസ് ഷോ കാണുമോ? ചിലപ്പോ. എല്ലാ ദിവസവും കാണുമോ? എല്ലാ ദിവസവും കാണാറുണ്ടോ? എല്ലാ ദിവസവും കാണുന്നു. അതിനകത്ത് കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നോർമൽ സെൻസുള്ളവരത് കാണുമോ? കാണും. അതായത് കൊച്ചു കുട്ടികൾ ഒരിക്കലും ആ ഷോ കാണാനേ പാടില്ല. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ. പഠിക്കുന്ന പിള്ളേർക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാണാനുണ്ട്, അതൊന്നും കാണാൻ വയ്യ. ശാസ്ത്രബോധത്തെ കുറിച്ച് പഠിക്കാം, അങ്ങനെയുള്ള എന്തെല്ലാം ടോപ്പിക്കുകളുണ്ട്. അത് തുറന്നു വെച്ചാൽ തന്നെ കുശുമ്പ്, കുന്നായ്മ, അസൂയ, കുത്തിത്തിരിപ്പ്, ഇതേ ഉള്ളൂ ബിഗ് ബോസ് ഷോ. എങ്ങനെ ഒരാളെ കുരുക്കാം, എങ്ങനെ ഒരാളെ മെന്റലി ടോർച്ചർ ചെയ്യാം, ആ പ്രോഗ്രാം കാണരുത്. ആ സമയം കൊണ്ട് നിങ്ങൾ വായനാശീലം ഉണ്ടാക്കിയെടുക്കൂ. എന്തെല്ലാം ബുക്സ് വായിക്കാം, ഇല്ലേ? വായിച്ചൂടെ? അപ്പം നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ബുക്സ് അല്ലേ നമ്മൾ വായിക്കേണ്ടത്. എന്തെല്ലാം കളികളിൽ ഏർപ്പെടാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൂടെ? എന്തെങ്കിലുമൊക്കെ എടുത്ത് പസിൽ കളിക്കാം, ഓടിക്കളിക്കാം, പന്ത് കളിക്കാം, ബാഡ്മിൻ്റൺ കളിക്കാം, ഡാൻസ് കളിക്കാം, എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ വായനയാണ് ഏറ്റവും നല്ലൊരു വിനോദം. ആ ഒരു വായനാശീലം, അതായത് റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് അറിവുകൾ തരുന്ന പ്രോഗ്രാമുകളുണ്ട്. നമുക്ക് IAS കാര്യമാവുന്നതൊക്കെ ആഗ്രഹം. അപ്പം എന്തൊക്കെ ഇപ്പോഴേ അതിനെക്കുറിച്ച് പ്രിപ്പയർ ആവണ്ടേ? അപ്പം നല്ല നല്ല അറിവുകൾ കിട്ടണ്ടേ? അപ്പം ഇങ്ങനെയുള്ള പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിവ് കിട്ടുമോ? നമുക്ക് നെഗറ്റീവായിട്ടുള്ള സെൻസ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? കാരണം ഓരോ കാഴ്ചയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി എന്ന നിലയിൽ ഫസ്റ്റ് ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ ഫോം ചെയ്യുന്ന എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ ക്യാരക്ടർ കിട്ടുന്നത്. നമ്മുടെ പാരൻസിൽ നിന്നാണ് ഫസ്റ്റ് ക്യാരക്ടർ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് സ്കൂളാണ്. നമ്മുടെ ടീച്ചേഴ്സ്, നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, ഇവരിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷെ ബേസിക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റൂട്ടുണ്ട്, അത് നമ്മുടെ ഹോമാണ്. ഒന്ന് ഹോമും ഹൗസും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്നേഹമുണ്ട്. അവിടെ കുറേ ആൾക്കാർ കൂടെ ചേരുമ്പോഴാണ് ഹോം ആവുന്നത്. ഇക്കാലം മുതലേ നമ്മൾ എന്ത് ചെയ്യാം? എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് കാണണം, എന്ത് കാണണ്ട, എന്ത് വായിക്കണം, എന്ത് വായിക്കണ്ട എന്ന് തിരിച്ചറിയാനുള്ള ഒരു നോളജ് നമുക്കുണ്ടായിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാം കുട്ടികൾ കാണാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ എത്ര പേർക്ക് വായനാശീലമുണ്ട്? നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ട്. വായനയിലൂടെ വളരാൻ പറ്റൂ. വായിക്കുന്ന ഒരാളിലും വായിക്കാത്ത ഒരാളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. വായിക്കുന്ന ഒരാൾ എല്ലാ രീതിയിലും ഭയങ്കര മെച്ചുവേർഡായിരിക്കും. എല്ലാ കാര്യത്തെയും വളരെ സിമ്പിളായിട്ട് എടുക്കാനുള്ള ഒരു കഴിവ് വായിക്കുന്ന ആൾക്കുണ്ടാവും. വായിക്കുന്ന ഒരാൾക്ക് വീണ്ടും അറിവ് നേടാനായിട്ടായിരിക്കും ആഗ്രഹം ഉണ്ടാവുന്നത്. വായിക്കാത്ത ഒരാൾക്ക് അറിവ് നേടാനായിട്ട് ആഗ്രഹം കാണില്ല. ക്യാരക്ടറും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. വായിക്കുന്ന ആളെല്ലാം ക്ഷമിക്കും. ഭയങ്കരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. തോട്ട് പ്രോസസ്സിങ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും വായിക്കാത്ത ഒരാളിൽ നിന്ന്.